ശ്രീ ഇവിടെ വാ. നിങ്ങൾക്കെന്തോ നെക്സ്റ്റ് ലാബ് എന്തോ കണ്ടല്ലേ, ലാബിന് എന്തോ പോകണമെന്ന് HOD വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റെക്കോർഡ് എന്തോ കമ്മിറ്റ് ആക്കണം. നിങ്ങൾ പൊയ്ക്കോ. ഇവിടെ ഞാൻ വിട്ടോളാം, പൊയ്ക്കോ. എന്താ ശ്രീ മുഖത്തൊരു ടെൻഷൻ? അല്ല, ഞാൻ വിളിച്ചപ്പോൾ ഇയാൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുന്നു. ലാസ്റ്റ് മന്ത് മാനേജ്മെന്റ് ഫെസ്റ്റ് അല്ലായിരുന്നോ? ശ്രീ എങ്ങനെയാ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോയത്? ആരുടെ കൂടെ? ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങനെ പോയി? കാറിലോ? ആരുടെ കാറിൽ? ഏത് സീനിയറുടെ കാറിൽ? ഞാനിത് എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? അല്ല ശ്രീ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര കാര്യമായിട്ട് ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആരാ പറഞ്ഞ സീനിയേഴ്സിൻ്റെ കാറിൽ കയറി പോവാൻ? അല്ല അതൊക്കെ പോട്ടെ. അല്ലെങ്കിൽ തന്നെ ആ ഏത് ഡിപ്പാർട്ട്മെൻറ്റാ? ഓക്കെ, യാ BBA. മീൻസ് ആ പയ്യന്മാർ വന്ന് വിളിച്ചപ്പോൾ ശ്രീയും ഫ്രണ്ട്സും കയറിപ്പോയി, എനിക്ക് മനസ്സിലായി. അല്ല നിങ്ങൾ തമ്മിൽ അങ്ങനെ വിളിച്ച് കാറിൽ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള പരിചയം? ഒരു പരിചയമില്ല, ഒരു പരിചയമില്ല. വെറുതെ ഒരാൾ വന്ന് വിളിച്ചുകൊണ്ട് പോകൂ? അതെ, കൂടുതൽ നിന്ന് നാടകം കളിക്കണ്ട. ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഒരു ഇല അനങ്ങിയാൽ പോലും ഞാൻ അറിയും. നീ നേരെ ഇവിടത്തെ എന്തിനാ വരുന്നതെന്നും നീ ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നതെന്നും നീ ആരെയൊക്കെ കാണാനാ കെട്ടിയൊരുങ്ങി വരുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരുന്ന് കൂടുതൽ ഷോ ആക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് നീയും ആ പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അത് വെച്ചിട്ടാണ് അവൻ നിന്നെ കാറിൽ കയറ്റിയത്. എന്നിട്ട് എവിടെ കൊണ്ടിറക്കി? ഓ, ബസ് സ്റ്റോപ്പിൽ കൊണ്ടിറക്കി. എന്ത് കാര്യത്തിലാണ് നീ അവിടെ കാറിൽ കയറിയത്? അപ്പൊ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കും നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പ്? നിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? ആര്? ഓ, ഫാത്തിമ ഉണ്ടായിരുന്നു. ഫാത്തിമ ലാബിൽ പോയല്ലേ? ഒരു കാര്യം ചെയ്യ്, ഫാത്തിമ ഇനി വിളിച്ചുകൊണ്ട് വാ, എന്നിട്ട് ശ്രീ അവിടെ ചെന്നിരിക്കും കേട്ടോ.